ഇന്നലെ ഡ്രോണ് പറത്തിയപ്പോൾ ഡ്രോണ് എടുത്ത പാടിന് ക്രാഷായി. പറത്താ പറ്റിയിട്ട് ഇന്നലെ സ്കൂളിൽ പരിപാടിയായിരുന്നു. സ്കൂളിൽ പരിപാടിക്ക് നേരെ പൊന്തിച്ചാണ് GPS പോയിട്ട് ക്രാക്ക് ചെയ്തതാ. ഇതിന്റെ കാല് മുറിഞ്ഞു. അതേപോലെ തന്നെ ഗിംബല് ഈ ഒരു കാൽപ്രാവശ്യം മാത്രമേ ഉള്ളൂ. ഇവിടെ കണ്ടോ ജാമായി കിടക്കണം, മൊത്തത്തിൽ മുത്തേ ജാമായി കിടക്കണം. അപ്പം ഇത് അയച്ചു നോക്കാം. അയച്ചിട്ട് നന്നാക്കാൻ പറ്റുമെന്നുള്ള അറിയില്ല. അല്ലെങ്കിൽ പിന്നെ എറണാകുളമൊക്കെ പോകേണ്ടി വരും. ഏതായാലും ഞാൻ എൻ്റെ അയക്കുന്നത് നോക്കട്ടെ. ഇപ്പം നമ്മൾ ഓണാക്കി നോക്കുകയാണെങ്കിൽ ഗിംബൽ കാൽപ്രാവശ്യം കറക്റ്റ് അല്ല. ഗിംബലൊരു വാതിൽ ചെരിഞ്ഞാൽ നിൽക്കണല്ലോ. ഓണാക്കി വെച്ചാൽ ഓണെന്നെ ആവണല്ലോ. ഓണാകുമ്പോൾ അല്ലോ ഗിംബല് ആകെ സ്റ്റക്കായി കിടക്കാണ്. വീണൊന്നുമില്ല മുന്നിട്ട്. ഈ ഒരു ആക്ഷൻ മാത്രമേ ഉള്ളൂ. നമ്മൾ കുലുങ്ങുമ്പോഴൊന്നും അറിയില്ല കണ്ടോ. അപ്പോൾ ഗിംബലവിടെ സ്റ്റക്കായി കിടക്കാണ്. നമുക്ക് എന്തായാലും അത് അയച്ചിട്ടൊന്നും റെഡിയാക്കാൻ പറ്റും നോക്കാം. അപ്പോൾ ഈ ബോഡിക്ക് കാഴ്ചയിലൂടെ 4 സ്ക്രൂ ഉണ്ട്. അപ്പോൾ 4 സ്ക്രൂ ഒന്ന് കഴിച്ചു നോക്കട്ടെ. അത് ബാക്കിയൊക്കെ നമ്മൾ ചിറകിൻ്റെ സ്ക്രൂ ആണെന്ന് തോന്നുന്നു. അയക്കാൻ ടെക്നിക്കലി പഠിച്ചിട്ടൊന്നുമില്ല. ഒരു മൊബൈൽ ടെക്നീഷ്യൻ എന്ന നിലക്ക് നമ്മൾ പോകാൻ പറ്റിയിട്ടുണ്ട്. അയച്ചു നോക്കാം. ഇതാണ് 4 സ്ക്രൂ കേട്ടോ. അവിടുത്തെ 4 സ്ക്രൂ മാറ്റി ഈ ബോഡി ഊരണം. ഇപ്പം ഇങ്ങോട്ട് തുറക്കലറില്ല. പതുക്കൊന്ന് ഓപ്പണാക്കി നോക്കാം. ബോഡിയുടെ നിലക്ക് കിട്ടുള്ളൂ കേട്ടോ. ഏകദേശം ഇതാ കുത്തിപ്പൊളിച്ച് പകുതി മുക്കാവാകെ നമ്മൾ തുറന്നു. ഇതുവരെ പൊട്ടിയിട്ടില്ല. എന്താവും അറിയില്ല, നോക്കാം. ഫ്രണ്ട് പോർഷൻ തുറക്കാളെ കുറച്ച് ടൈറ്റാണ്. ഭയങ്കര ലോക്കാണ് ഇവിടെ. ലോക്ക് എങ്ങനെയൊന്ന് നോക്കട്ടെ കേട്ടോ. ഫ്രണ്ട് വാഷ് അത്യാവശ്യം നല്ല കട്ടിക്ക് ഫിറ്റ് ആയി നിൽക്കുന്നുണ്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബോഡി, ഇതാണ് ഇതിൻ്റെ ഉള്ളിൽ. ഇതിൽ ഗിംബലിന് എന്തോ പറ്റിയതാണ്. നമ്മൾ ഗിംബൽ റെഡി ആയല്ലോ. ബോഡി വരിയപ്പോൾ തന്നെ ഗിംബൽ റെഡിയായി ഗൈസ്. ബോഡിമേ ടൈറ്റായി നിൽക്കാൻ ഗിംബല്. അപ്പോൾ നമ്മൾ ഗിംബൽ എല്ലാ ആക്ഷൻസും ഉണ്ടാകും. ഗിംബലായി മാറിയിരിക്കാൻ സുഹൃത്തുക്കളെ. നമുക്കൊന്ന് ബാറ്റ് ഇട്ട് നോക്കട്ടെ ഗിംബൽ പക്ക വർക്കിംഗ് ആണെന്നുള്ളത്. ഗിംബൽ പക്ക വർക്കിംഗ് ആണ്. ഇപ്പോൾ കണ്ടോ അവിടെ സ്റ്റേബിളായിട്ട് തന്നെ ക്യാമറ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ ഗിംബലിൻ്റെ വർക്ക് ഫിനിഷ് ആയിക്കാണ്. അവിടെ ലോക്കായി കിടക്കുന്ന ഗിംബൽ ആണോ. മോൾ നോക്കിയാൽ കാണാം ഗിംബലവിടെ വർക്ക് ചെയ്യുന്നത് പക്ക കാലിബ്രേഷനാണ്. അപ്പോൾ നമുക്ക് അടുത്ത പണി എന്ന് പറയുന്നത് നമ്മൾ ഈ ഒടിഞ്ഞ ചിറകാണ്. ചിറകിന് ഇപ്പോൾ നമുക്ക് ഒന്നെങ്കിൽ ചിറക് മാറ്റണം, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, തൽക്കാലം സൂപ്പറുകളോട്ട് എത്തേണ്ട നിർത്താം. നമുക്കിപ്പോൾ സൂപ്പർ ഇടാം. അങ്ങനെ വർക്കിൽ ഒന്ന് ഈ ഗിംബലിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. രണ്ടാമത്തത് അവിടെ കണ്ടോ ചെറുകാകെ ഒടിഞ്ഞ് തൂങ്ങിയിട്ടാണ്. സൂപ്പറിട്ട് വെക്കണം. ഇതിൻ്റെ ബോർഡൊക്കെ കണ്ടുങ്ങൾ നല്ല പക്കാ ഫിനിഷിങ് പോകണം. IC വർക്കും കാര്യങ്ങളും ഇതിൻ്റെ ഗിയറോ കാലിബ്രേഷന് അടിപൊളി ഒരു ബോർഡുണ്ട്. നമ്മളിവിടെ ബോർഡ് വർക്കില്ല. ഗിംബലിൻ്റെ പ്രശ്നമുണ്ട്. ഗിംബൽ പൊട്ടിയിട്ടില്ല. അതിനല്ല നല്ല ജാമായിട്ട് തുടങ്ങി. ഈ ഒരു കോല് മാത്രം പൊട്ടില്ല. അല്ലെങ്കിൽ നമ്മൾ സൂപ്പറിട്ട് പൊട്ടി അത് പ്ലസ്റ്റിക് പിന്നെ വെച്ച് പൊട്ടിക്കാം. പ്ലസ്റ്റിക് വെച്ചിട്ട് വല്ല പൊട്ടിച്ച് കൊടുക്കുകയാണ്. മോട്ടറുമൊക്കെ ആകാതെ നോക്കാം കേട്ടോ. മോട്ടർ കറങ്ങില്ല. മോട്ടർ കറങ്ങാൻ പിന്നെ ഇനിയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതാ ഇവിടെ ചിറക് ഒടിഞ്ഞില്ല. നമ്മുടെ ഈ ചിറകൊന്ന് പൊട്ടിയാണ്. ഇവിടെ 2 ചിറക് പൊട്ടിയാണ്. നമ്മൾക്ക് സ്പെയർ അത്ര ഉണ്ടോയെന്ന് അറിയില്ല. കാരണം നമ്മൾ കോയമ്പത്തൂർ പോയപ്പോൾ അത്യാവശ്യം എല്ലാ ചിറകും പൊട്ടിപ്പൊടിഞ്ഞു. ഇത് ഒന്ന് പൊട്ടിയ കുറച്ച് പാർട്സാണ്. ഇവിടേക്കുള്ള ഒന്നും എടുത്തുണ്ട് പൊട്ടിയത്. ഇനി 2 കാണും.
ഇത് രണ്ടും പൊട്ടീന്. ഇതൊക്കെ നമ്മൾ നോക്കൽ എങ്ങനെയാ വെച്ചാൽ ഈ ഒരു വര ഉണ്ടോ, ഈ വര രണ്ട് സൈഡത്തേക്കാരോ. ഇവിടെ കണ്ടോ ഈ ഒരു സൈഡിൽ വര ഇല്ലാത്തതാണ്. അപ്പോൾ വര ഉള്ളത് രണ്ട് സൈഡ് കൂടി പൊട്ടീന്, ഈ വിധത്തിൽ ഒരു വര ഇല്ലാത്തത്. അതുകൂടാതെ ഇതിമ്പോൾ തന്നെ മെൻഷൻ ചെയ്തതിന് കറക്റ്റ് കണ്ടോ ഇങ്ങനെ ഇതാണ് ഡ്രോണിൻ്റെ ഷേപ്പ്. അപ്പോൾ ഈ ഒരു ഷേപ്പ് ഇങ്ങനെ എടുക്കുക, ഇത് ഈ ഷേപ്പിനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഒന്നും പൊട്ടിയാണ്, അപ്പോൾ അതും മാറ്റാം. ഈ പ്രൊപ്പല്ലർ മാറ്റുമ്പോൾ അതിനൊപ്പം തന്നെ നമുക്ക് ഇതും വരുന്നുണ്ട്, എന്താ പറയുക, സ്ക്രൂ വരുന്നുണ്ട്. അപ്പോൾ ആ സ്ക്രൂ തന്നെ നമ്മൾ മാറ്റുക, പഴയ സ്ക്രൂ കയറ്റാൻ നിൽക്കണ്ട. നമ്മൾ ഓരോരോ പ്രൊപ്പല്ലറായിട്ട് മാറ്റുകയാണെങ്കിൽ അതിന് വേണ്ട ടൂൾ എന്ന് പറഞ്ഞാൽ പ്ലസ് ടൂളാണ്. പ്ലസ് ടൂൾ വെച്ചിട്ട് അയക്കാം. ഇത് അയക്കുമ്പോൾ പറഞ്ഞാൽ മോട്ടർ ഇങ്ങനെ കറങ്ങും. അപ്പോൾ മോട്ടർ പിടിച്ച് നിർത്തിയിട്ടാണ് അത് തിരിക്കാൻ. പ്രൊപ്പല്ലർ ആയതാലും സ്ക്രൂ അടക്കം നമുക്ക് മാറ്റിക്കാം. ഇത് എടുത്തിട്ട് കോയമ്പത്തൂരത്തെ പൊട്ടലറാണ് നല്ല പൊട്ടലാണ്. എല്ലാ പ്രൊപ്പല്ലറും പൊട്ടിപ്പോയി. പക്ഷെ അന്ന് ഗിംബലും കാര്യത്തിനും പ്രശ്നം പറ്റില്ല. അതുകൊണ്ട് പ്രൊപ്പല്ലർ മാറ്റാണ്ട് ബാക്കി വീഡിയോസ് എടുക്കാൻ പറ്റി. ഇതിപ്പോൾ തുടങ്ങിയിട്ടില്ല, ഒറ്റ ഷോട്ടേ എടുത്തിട്ടില്ല. ആകെ മൊത്തം നഷ്ടമായി വർക്കിൽ. ലാസ്റ്റ് DSLR വെച്ചുകൊണ്ട് ഫോട്ടോസും വീഡിയോസും മാത്രം എടുത്തു കൊടുത്തു. അത് ഫുൾ ടൈറ്റ് ആയിട്ടുണ്ട്. ഇനി അതേമാതിരി ഇപ്പുറ ഭാഗത്ത് രണ്ടെണ്ണം പോയിട്ടോ. ഇതൊക്കെ ചെറിയ പൊട്ടുള്ളൂ. പ്രൊപ്പല്ലർ മാറ്റാൻ ചിലപ്പോൾ ഓടും. പക്ഷെ പ്രൊപ്പല്ലർ മാറ്റാൻ ഭയങ്കര സൗണ്ട് കാരണം പിന്നെ ബാലൻസിങ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ താഴത്ത് പോകണം, ബാക്കി പണിയിട്ടു. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ തന്നെ മാറ്റുന്നത്. ഇങ്ങനെയുള്ള ഇലക്ട്രിക് സാധനം കൊടുക്കുമ്പോൾ കുറച്ചൊക്കെ വർക്ക് നമുക്ക് അറിയണം, അല്ലെങ്കിൽ മൊത്തം നഷ്ടമായി കാരണം. ഇതിപ്പോൾ കൊണ്ടുപോയി പുറത്തോടെ നന്നാക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല പൈസ വരും. അപ്പോൾ ആ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി ഇട്ടുകൂടെ നമുക്ക്. അപ്പോൾ തന്നെ അതിൻ്റെ ഗിമ്പിൽ റെഡി ആയിട്ടുണ്ട്. അതേമാതിരി ഓല എടുക്കുമ്പോഴും ഓലൻ്റെ ചെറിയ കമ്പനിയൊക്കെ നമുക്ക് മാറ്റാൻ കഴിയും. ഇപ്പോൾ നാളെ ആ സ്ക്രൂ പൊട്ടിയിട്ട് ഒരു സ്ക്രൂ പോയി ഈ വൈക്ക് കുടുങ്ങി, നല്ല പണി കിട്ടിയതാണ്. ഭാഗ്യത്തിന് വീണിലെ വണ്ടി നിർത്തിയപ്പോഴാണ് ആ സ്ക്രൂ പോയത്. പിന്നെ ഞാൻ തിരൂർ പോയപ്പോൾ അതൊന്ന് സ്ക്രൂ വാങ്ങിക്കൊടുത്ത് ഞാൻ തന്നെ ഫിറ്റാക്കുക ചെയ്തത്. അങ്ങനത്തെ ചെറിയ വർക്കുകളൊക്കെ നമ്മൾ നോക്കാന്നല്ല ഒരു ഐഡിയ വേണം നമുക്ക്. ഏതായാലും 4 പ്രൊപ്പല്ലർ നമ്മൾ 4 മാറ്റിയില്ല, 1 2 4 പ്രൊപ്പല്ലർക്ക് മാറ്റില്ല. പുതിയ 4 പ്രൊപ്പല്ലർ ഇട്ടു. പിന്നെ ബാക്കിയുള്ള 4 വലിയ ഡാമേജൊന്നും ഇല്ല, ചെറിയ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഏതായാലും ഇപ്പം ഈ ബോഡി നമുക്ക് തിരിച്ച് ഫിറ്റ് ചെയ്യാം. 1ാമത്തെ പ്രാവശ്യമായിട്ടപ്പം എൻ്റെ അടുത്ത് ഡ്രോണ് ക്രാഷ് ആവണത്. ഫസ്റ്റ് നമ്മളെ ഡ്രോൺ എടുത്ത പാട് നബിദിനത്തിന് എടുത്തുകൊണ്ട് താഴേക്ക് കൊണ്ടുവന്നാണ് ഈ ലെഗ് ഫസ്റ്റ് പൊട്ടിയത്. അന്ന് ഇവിടെ ഒരു ഓട്ടയാണ്. 2ാമത് നമ്മൾ കോയമ്പത്തൂർ പോയപ്പോൾ എടുത്ത വീഡിയോ, ആ വീഡിയോ ഞാൻ കാണിച്ചുതരാം. വീഡിയോയിൽ നല്ല സ്ക്രാച്ച് ആവുന്നുണ്ട്, ക്രാക്ക് ആവുന്നുണ്ട്. മരത്തിന് പോയാൽ ഇടിക്കണേ ശ്രദ്ധിക്കാതെ. ഒക്കെ നമ്മളെ പോലെ തന്നെയാണ്. പിന്നെ പഠിച്ചതല്ലേ, പിന്നെ ഡ്രോൺ എടുത്തായി തന്നെയാണ് ഇത് പഠിച്ച ലെവലാവാൻ. ഇത് കഴിഞ്ഞിട്ടാണ് നല്ല ഡ്രോൺ വാങ്ങാൻ. അപ്പോൾ ഏതായാലും ഇത് 3ാമത്താണ്. ഇതിലാണ് നമുക്ക് അയക്കേണ്ടി വന്നത് ഈ ഗിംബൽ ലോക്കായത്. വേറെ പ്രശ്നം നല്ല നേരെ പോയിട്ട് ബിൽഡിംഗ് മേലെ അടിച്ചിട്ട് 2ാമത്തെ നില വന്ന് പിന്നെ ഇടിച്ചിട്ട് ബിഗിനി. പക്ഷേ ഗിംബൽ എവിടെയും തട്ടിയില്ല, ആ ഷെയ്ക്കിലാണ് ഇവിടെ ലോക്കായി പോയത്. അപ്പോൾ ഏതായാലും ഇത് നമുക്ക് കൂട്ടാം. കൂട്ടൽ സിമ്പിൾ ആട്ടോ, അത് ഊരുമാതിരി അത്ര റിസ്ക് ഇല്ല. അങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ ലോക്കാണ് ഓരോരോ. ആകെ 4 സ്ക്രൂവിൻ്റെ അതേ വരുന്നുള്ളൂ, ബാക്കിയൊക്കെ ലോക്കാണ്. നമുക്ക് ലോക്കൊക്കെ ഇറക്കി കൊടുത്താൽ മതി. അങ്ങനെ 4ഉം ലോക്കായി. ഇനി നമുക്ക് തിരിച്ച് സ്ക്രൂ കയറ്റണം. 4 സ്ക്രൂ മാത്രമേ ഉള്ളതിന്. ഇത് മാഗ്നറ്റിക് ഇല്ലാത്ത സ്ക്രൂ ആണ്. അതിന് കറക്കി ഫിക്സിങ് കഴിഞ്ഞു. നമുക്കൊന്ന് ട്രയൽ പറത്തി നോക്കട്ടോ. ഓനെ സാധനം കൊടുന്നപ്പോൾ തുടങ്ങിയിട്ട് 10 എണ്ണം ഇപ്പോൾ റെഡി ആക്കണം. അപ്പം ഞാനിപ്പോൾ പറഞ്ഞു ഞാനിപ്പോൾ പോകും. ഓനിപ്പോൾ ഇതൊരു വിമാനമാണ്. ഞാനിപ്പോൾ പോകുന്ന വിമാനത്തിൽ കൂട്ടിപ്പോൾ നമുക്ക് നേരെ കൊണ്ടിച്ച് വെക്കുന്നുണ്ടാവുന്നില്ല. ഗിംബലും കാര്യങ്ങളൊക്കെ ഓക്കെ കേട്ടോ. ഗിംബല് പക്കായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് മുന്നോട്ടും വേൾപ്പും സൈഡുകളൊക്കെ കറക്റ്റ് പക്കായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. അപ്പോൾ സക്സസ്ഫുള്ളി നമ്മൾ ഡ്രോണ് കഴിച്ച് നന്നാക്കിയിരിക്കുകയാണ്. കഴിച്ച് എന്തെങ്കിലും ഡ്രോൺ നന്നാക്കുന്നുണ്ടെങ്കിൽ കോൺടാക്ട് മീ. ഓക്കെ, സർവീസ് കഴിഞ്ഞിട്ട് പക്കായിട്ട് പറക്കണ്, അടിപൊളിയായിട്ട് കുഴപ്പമില്ല. കൊടുത്തു എങ്കിലും മുകളിൽ കൂടെ നമ്മൾ ഓലൊക്കെ അതവിടെ കേക്കിട്ടുണ്ട്. ഇതാണ് വീട് കറക്കിയപ്പെട്ടോ. ഓലയുടെ രാവിലെ തന്നെ കേക്ക് സെറ്റാക്കി വെച്ചാണ്. സാധനം കാണാതെ പുറത്തറിഞ്ഞ് വെരി റിസ്ക് ആട്ടോ.
പറത്താൻ വലിയ കമ്പനി പറന്നപ്പോ മാനം കൂടെ കേട്ടോ കാലത്തേക്ക് കണ്ടപ്പോ പേടിയായി